ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കുക, കേസ് പുനരന്വേഷിക്കണമെന്നും കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ UDF ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുട്ടിക്ക്, ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ ദാരുണമായ മരണത്തിന് ഉത്തരവാദിത്വം ആ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെറുതെ വിട്ടതിൽ കേരളത്തിലെ ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളായ പോലീസിനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇന്ന് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. നാടും നഗരവും ഒന്നിച്ചു പറയുകയാണ്. നാലാൾ കൂടുന്നിടത്ത് എല്ലാവരും പറയുന്നു, ഈ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ച ആ പിശാചിനെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഒരു കൊല്ലം മുമ്പ് കൃത്യം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് തന്നെ അവിടെ എത്തുന്നത്. പോലീസ് എത്തി കുറ്റവാളി എന്ന് സംശയിക്കുന്ന ഡിവൈഎഫ്ഐക്കാരൻ ആ വീട്ടിലെ അടുത്ത ബന്ധുവാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ ബന്ധു ചമഞ്ഞ്, സേവന പ്രവർത്തനം ചമഞ്ഞ് ആ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ 3 ദിവസം കഴിഞ്ഞില്ല കേരളത്തിലെ പോലീസ് മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി ആ അറസ്റ്റ് ചെയ്ത 9 പോലീസുകാരിൽ 8 പേർക്കും ബാഡ്ജ് ഓഫ് ഓണർ നൽകി അവരെ ആദരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, MA സിദ്ദിഖ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P മായ, കൗൺസിലർ PT രാധ, PP പാഞ്ചാലി, മുഹമ്മദ് സ്വാലിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ കാര്യം തന്നെ, ആ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ ആ പ്രതിക്ക് 100 കണക്കിന് പോലീസിന്റെ സംരക്ഷണത്തിലാണ് ആ പ്രതിയെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് പിണറായി വിജയന്റെ പോലീസ്. ഇന്ന് നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചു, വണ്ടിപ്പെരിയാർ വിഷയത്തില് ഡിവൈഎഫ്ഐ നേതാവ് അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയിൽ ഇതുപോലൊരു നെറികെട്ട നീതി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ സർക്കാരിന്റെ വക്കീലിന് ഒരു ശബ്ദം പോലും ഉണ്ടാകാൻ കഴിഞ്ഞില്ല എന്നത് ഈ സർക്കാർ ഈ പറയുന്ന പ്രതികൾക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കിവിടെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഗിരീശൻ മാസ്റ്റർ സൂചിപ്പിച്ചു. ഒരുപാട് സമര പോരാട്ടങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു.